നിസ്കാരം നഷ്ടപ്പെടുത്തല്ല. ഓ ഉമ്മമാരെ, വീട്ടിലെ ജോലി തിരക്കിന്റെ പേരിൽ ളുഹ്ർ നിസ്കാരം ഖളാ ആക്കല്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവര് ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂനസ്സലാ, അവര് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വഖാല സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാമുത് താബിഈൻ, താബിഈങ്ങൾക്ക് മുഴുവനും നേതാവാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ്, വഅല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യതിയൽ അസ്റ, അസ്ർ ഹത്താ യതിയൽ അസ്ർ, അസ്ർ നിസ്കാരം എത്തുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കാതെ ളുഹ്ർ നഷ്ടപ്പെടുത്തുന്നവർ, അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം എത്തുന്നത് വരെ അസ്ർ നിസ്കരിക്കാതെ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, വലാ യുസല്ലിൽ മഗ്രിബ ഇലൽ ഇശാഇ, ഇശാഇ നിസ്കാരത്തിന്റെ സമയം വരെ മഗ്രിബ് നിസ്കരിക്കാത്തവർ, അതുപോലെ ഇശാഇ നിസ്കാരം നിസ്കരിക്കാതെ ഫജ്ർ വെളിവാകുന്നത് വരെ, സുബ്ഹിന്റെ സമയം എത്തുന്നത് വരെ അതേ നിസ്കരിക്കാതെ ഇശാഇ നഷ്ടപ്പെടുത്തുന്നവർ, അത്തരം ആളുകളെ കുറിച്ചാണ് അളാഉസ്സലാ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനെന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. അതേ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരെ നിസ്കാരത്തിൽ തൊട്ട് അശ്രദ്ധ കാണിച്ചവരായിരുന്നു. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. ഏത് നിസ്കാരക്കാർക്കാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ഐ ഗാഫിലൂൻ, അശ്രദ്ധമായി നിസ്കാരത്തിന് വേണ്ടി ശ്രദ്ധ പുലർത്താതെ അശ്രദ്ധമായ നിലക്ക് നിസ്കാരത്തിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നവർ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ, അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട വീടാണ് നരകത്തിൽ വൈലെന്ന് പറയുന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. എത്രയാണ് പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? അതേ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടും, മാ സലകകും ഫീ സഖർ, ആരെ നിങ്ങളെ എന്താണ് ഈ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചത്? ഖാലൂ, അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങളെ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാരായ ജനങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരെ കൂട്ടത്തിലായില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അന്ത്യനാള് കൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. അന്ത്യനാള് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. താഴ്മയുള്ള അടിമകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. നിസ്കാരം മുറ പോലെ നിർവഹിച്ചില്ല. മിസ്കീന്മാരായ ജനങ്ങളെ ഞങ്ങൾ പരിഗണിച്ചില്ല. ഇതിന്റെ പേരിലാണ് ഞങ്ങൾ നരകത്തിൽ കടന്നതെന്ന് നരകാവകാശികൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം, ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാഹ്. നന്ദിയുള്ള അടിമയുടെയും നന്ദികേടുള്ള അടിമകളുടെയും കൂട്ടത്തിൽ അവരുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? തർക്കുസ്സലാഹ്,
നിസ്കാരത്തെ ഉപേക്ഷിക്കലാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. നിസ്കാരം അതേ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച്, അതേ നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മക്കള് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, സമ്പത്ത് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അവര് 4 ആളുകളെ കൂടെയാണ്. ഒന്നാരാണ്? ഫിർഔനാണ്, മറ്റൊന്ന് ഹാമാനാണ്, മറ്റൊന്ന് ഖാറൂനാണ്. പിന്നെ മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്ന, അതേ വലിയ കച്ചവടം നടത്തിയിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്നയാളാണ്. ഈ 4 ആളുകളെ കൂടെ നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ടെന്ന് അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. ആരാണത്? ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നവർ. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നത് മന്ത്രിസ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും അത്തരം സ്ഥാനങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾ, അവര് ഫിർഔനിന്റെ കൂടെ നരകത്തിലാണ്. അതേ തിജാറത്ത് കൊണ്ട്, കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഖാറൂൻ, അവര് ഖാറൂനിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അതേ മന്ത്രിസ്ഥാനം കൊണ്ടും സ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഹാമാനിന്റെ കൂടെയാണ്. കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് അതേ പള്ളിയിൽ പോകാതെ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, അവര് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്ന് അതേ വിളിക്കുന്ന സമയത്ത് പലരും പള്ളിയിലെത്തുന്നത് എപ്പോഴാണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ, അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഇദാ നൂദിയ ലിസ്സലാത്തി ലിയൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ഉണരണം. അല്ലാഹുവിനെ സ്മരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാകണം. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങളെ കച്ചവടം നിങ്ങൾ നിർത്തിവെക്കണേ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചതിന്റെ ശേഷം നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാകരുത്. പള്ളിയിലേക്ക് ക്ഷണിച്ചതിന്റെ ശേഷം പിന്നെയും നിങ്ങൾ കച്ചവടം നടത്തുന്നവരാകരുത്. നഊദുബില്ല, എന്തൊരു ലോകമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കച്ചവടം നിർത്തിവെക്കണമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചു, അതേ ഇമാം ഖുതുബ ഓതാൻ മിമ്പറിൽ കയറിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സുഹൃത്ത് ചോദിക്കുന്നത്, എവിടേക്കാണ് ഇത്ര നേരത്തെ പോകുന്നത് എന്നാണ്. ഓ മനുഷ്യ, പരിശുദ്ധ ഖുർആൻ പ്രത്യേകം വിളിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി ലിയൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. പള്ളിയിലേക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച് പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാർ അവര് പള്ളിയിൽ രാവിലെ പോയിരുന്നു. 3 അൽഖഫ് അവരോധി, അവര് തസ്ബീഹ് നിസ്കാരം നടത്തി, 1000കണക്കിന് സ്വലാത്ത് ചൊല്ലി. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഈ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ച ഒരൊറ്റ അൽഖഫ് ഓതിയവരെത്രയാ? സ്വന്തം നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ അൽഖഫ് ഓതിയവരെത്രയാണ്? 3 അൽഖഫായിരുന്നു മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാരോതിയത്. 3 ഓതാൻ ഇന്ന് മനുഷ്യന് സമയമില്ല. പോകട്ടെ, ഒരൊറ്റ അൽഖഫ് പോലും ഓതുന്നില്ല. നമ്മുടെ മുൻഗാമികൾ 1000കണക്കിന് സ്വലാത്ത് ചൊല്ലി.
ആയിരക്കണക്കിന് സ്വലാത്ത് പോയിട്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലാൻ വെള്ളിയാഴ്ച നമുക്ക് സമയം കിട്ടുന്നില്ല. അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. വെള്ളിയാഴ്ച രാവുകളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. നമുക്ക് റവാത്തിബ് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സമയമില്ല. കാരണം നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി. എനിക്ക് മടങ്ങാനുള്ള ലോകം അതാണെന്നതിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഏത് ആയത്ത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. വിശ്വാസികളുടെ പ്രത്യേകത പറഞ്ഞ്, വിശ്വാസികളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച്, വിശ്വാസികൾക്കുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ഓ നബിയെ, അങ്ങേക്ക് ഇറക്കി തന്നതവരെ വിശ്വസിക്കുന്നവരാണ്. അങ്ങയുടെ മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് നമ്മൾ ഇറക്കിക്കൊടുത്ത ഏടുകൾ, ആ കിതാബുകൾ കൊണ്ടും അവരെ വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആ വിശ്വാസികളുടെ പ്രത്യേകത അവരാഖിറം കൊണ്ട് ഉറപ്പിച്ചവരാണ്. അവരാഖിറത്തെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവരാണ്. അവർക്ക് ആഖിറത്തിലൊരു സംശയം അവരെ മനസ്സിലില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഖിറത്ത്, അതേ ആഖിറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആഖിറം കൊണ്ട് അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണെന്നാണോ? അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറുൽ ആഖിറത്താണ്. ആഖിറത്തിൽ അതേ ഒരു വീടുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണവർ. ആഖിറത്തിൽ അതേ അല്ലാഹു തആല വിജയികളായ മുത്തഖീങ്ങൾക്ക് പ്രത്യേകം തയ്യാർ ചെയ്തൊരു വീടുണ്ടെന്നവർ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, നല്ല സമാധാനം കാംക്ഷിക്കുന്ന റൂഹുകളെ ഖുർആൻ വിളിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ. ആ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ജനങ്ങൾ, അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അവരല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹനെ ഭയന്ന് ജീവിച്ച് പരലോകത്ത് വിജയം കൈവരിച്ച സ്വാലിഹീങ്ങൾ അവരോട് സ്വർഗത്തിൽ കടക്കാൻ കൽപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് സ്വർഗപ്രവേശനം കൊടുക്കുമെന്ന് ഖുർആൻ. എന്താണ് അവന്റെ പ്രത്യേകത? വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അവരാഖിറം കൊണ്ട് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ആഖിറം കൊണ്ട് ഉറച്ച് വിശ്വസിച്ചവരാണവർ. വസുമ്മിയത്ത് ബിദാലിക, ആഖിറത്തിന് ആഖിറത്ത് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത് ലിഅന്നഹാ മുതഅഖിറത്തുൽ, അത് ദുനിയാവിനെ അപേക്ഷിച്ച് പിൽക്കാലത്ത് വരാനിരിക്കുന്നതാ. ദുനിയാവ് കഴിഞ്ഞതിന്റെ ശേഷം വരാനുള്ളതാണ് ആഖിറം. അതുകൊണ്ടാണ് ആഖിറം എന്നതിനെ പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വസുമ്മിയത്ത് അനി ദുനിയ, ദുനിയാവിന് ദുനിയാവ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത്. അങ്ങനെ പറയപ്പെടാനുള്ള കാരണം ലിദ്ദുനിയാ ലിഅന്നഹാ അദ്നാ മിനൽ ആഖിറ, ആഖിറത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ താണവാണ്,
ആഖിറത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ താണതാണ്. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുനിയാവിന് യാതൊരു സ്ഥാനവുമില്ല. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുനിയാവിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ മൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി മൗലായ യാ റബ്ബി ബിൽ മുസ്തഫാ മൗലായ സല്ലി വസാ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ മൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി. ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിനെ സ്നേഹിക്കുന്ന മനുഷ്യ, ദുന്യാവിനെ കൊണ്ട് ഇഷ്ടം വെച്ച് ആഖിറം മറന്നു പോകുന്ന മനുഷ്യ, യാ മൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിന്റെ ഭംഗി കൊണ്ട് അഭിമാനമുണ്ടാക്കുന്ന മനുഷ്യ, അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി. ഒരു കാലവിപത്ത് വരാനുണ്ട്. ആ കാലവിപത്ത് യഅതി അലൽ മബ്നി വൽ ബാനി. ആ എടുപ്പുകൾ ഉണ്ടാക്കിയ, ദുന്യാവിലെ എടുപ്പുകൾ ഉണ്ടാക്കിയ അതേ മനുഷ്യനും എടുപ്പുകൾ സൃഷ്ടിച്ച മുതലാളിയും അവന്റെ എടുപ്പുകളും എല്ലാം കാലവിപത്ത് നശിപ്പിക്കുന്നതാണ്. വമൻ യകുൻ ഇസ്സഹു ദുനിയാ വസീനതഹാ ഫഇസ്സതുൻ ഖലീലിൻ സായിലുൻ ഫാനി. ദുന്യാവ് കൊണ്ട് ഇസ്സത്ത് നേടുന്നവനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ദുന്യാവ് കൊണ്ടും അതിന്റെ ഭംഗി കൊണ്ടും ഇസ്സത്ത് നേടിയാൽ ആ ഇസ്സത്ത് നശിച്ചു പോകുന്നതാണ്, നീങ്ങിപ്പോകുന്നതാണ്, അത് നിലനിൽക്കുന്നതല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ പദ്യം പാടിയിട്ട് പറയുന്നു, വഅലം ബി അന്ന കുനൂസൽ അർളി മിൻ ദഹബി ഫജ്അൽ കുനൂസക മിൻ ബിർരി വ ഈമാനി. ദുന്യാവിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നീ വലിയ കുനൂസായി, ദുന്യാവിൽ വലിയ അതേ നിന്റെ സമ്പത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ദുന്യാവിൽ വലിയ സമ്പത്തായി നിന്റെ സൂക്ഷിപ്പ് സ്വത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ഓ മുഅ്മിനായ മനുഷ്യ, ഫജഅൽ കുനൂസക മിൻ ബിർരി വ ഈമാനി. നീ നിന്റെ ആഖിറത്തിലേക്ക് നല്ല സമ്പത്തുണ്ടാക്കുന്നവനാകളും നിന്റെ ഈമാന് കൊണ്ടും നിന്റെ വിശ്വാസം കൊണ്ടും അതുപോലെ നിന്റെ നന്മ കൊണ്ടും നീ ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവനാകളും. അങ്ങനെ ആയാലാണ് നീ വിജയം കൈവരിക്കുന്നവനാകുന്നത്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആ മുത്തഖീങ്ങളായ ജനങ്ങളെ പ്രത്യേകത, അവർക്ക് ആഖിറത്തെ കുറിച്ച് സംശയമില്ല. പിന്നെയോ ആ വിശ്വാസികളെ പ്രത്യേകത എന്താണ്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലാഹ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ്. അല്ലാഹ് കൊടുത്തതിൽ നിന്ന് കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞത് ഗൈബ് കൊണ്ട് വിശ്വസിക്കണം, രണ്ടാമത്തത് നിസ്കാരം മുറ പോലെ നിർവഹിക്കണം, മൂന്നാമത്തത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ മുത്തഖീങ്ങൾക്ക് മൂന്നാമതായി ഉണ്ടാകുന്ന പ്രത്യേകത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ.
അള്ളാഹ് കൊടുത്തതിൽ നിന്നവർ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ആ വിശ്വാസികൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, പ്രയാസമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. ബുദ്ധിമുട്ടെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും, സന്തോഷമെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും. അതിനാ വിശ്വാസികൾക്ക് യാതൊരു മടിയുമില്ല. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, എന്താണ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. വിശ്വാസികളെ പ്രത്യേകതയാണത്. പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കണം. അതിന് ഒരുപാട് തഫ്സീർ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തഫ്സീർ മരിച്ചവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സന്തോഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള സന്തോഷമാണ്. അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷമാണ്. അവിടുത്തെ മദ്ഹ് പാടുന്ന സമയത്തുള്ള സന്തോഷമാണ്. അവിടുത്തെ പുകഴ്ത്തുന്ന സമയത്തുള്ള സന്തോഷമാണ്. എന്റെ നേതാവിന്റെ മദ്ഹ് പറയുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന സന്തോഷം അത് അളവില്ലാത്ത സന്തോഷമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ശർവാനി ഇമാം റളിയല്ലാഹു അൻഹു അതെ അവിടുത്തെ ശർവാനിയിൽ 7ാമത്തെ വള്ളിത്തിൽ പറഞ്ഞു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളുടെ സന്തോഷമാണ്, വിശ്വാസികളുടെ ആഹ്ലാദമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദിന്റെ ദിവസം വിശ്വാസികൾ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഉപ്പാപ്പ മരിച്ചുപോയാൽ, ഉമ്മാമ മരിച്ചുപോയാൽ, കുടുംബങ്ങള് മരിച്ചുപോയാൽ, സഹോദരങ്ങള് മരിച്ചുപോയാൽ, സുഹൃത്തുക്കള് മരിച്ചുപോയാൽ അവരെ സ്നേഹിച്ച് അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ, അവരെ സ്നേഹിച്ച് അവരാദരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, പ്രയാസമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം പ്രത്യേകം പറയുന്നു, മരണം എന്നതൊരു പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. ആ മരണപ്പെട്ടു പോയ ആളുകളെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം കൊടുക്കൽ അത് ഈ കണ്ണിയിൽപ്പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. നബിദിനം വരുമ്പോ ആഘോഷിക്കുന്നവർ, അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് വരുമ്പോ അതേ സ്മരിക്കുന്നവർ, അവരെ പേരിൽ അവർ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുന്നവർ, മഹാന്മാരെ സ്മരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, ദിക്റിന്റെ സദസ്സിൽ, മഹത്വമുള്ള ദിക്റിന്റെ സദസ്സിൽ മഹാന്മാരെ മദ്ഹ് പറഞ്ഞ് പാടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ. സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ പെട്ടതാണ്. വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. പ്രയാസമുള്ള സമയത്ത്, അതേ ക്ഷേമമുള്ള സമയത്തും ക്ഷാമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുന്നവർ, ചെലവഴിക്കുന്നവർ. ഈമാനുള്ളവരുടെ പ്രത്യേകതയായി, മുത്തഖീങ്ങളെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ 3ാമതായി എണ്ണിയത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവർ, ഗൈബ് കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവർ, അതേ സന്തോഷമുള്ള സമയത്തും അല്ലാത്ത സമയത്തും പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ,
വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആഖിറം കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന, കിതാബുകൾ കൊണ്ട് മുഴുവനും ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അതേ അവര് സന്മാർഗത്തിന്റെ വഴിയിലാണ്, റബ്ബ് കൊടുത്ത പ്രത്യേകമായ ഹുദയുടെ വഴിയിലാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം കൈവരിച്ച മഹാന്മാർ.